ഇതെന്തിനാണ് ഇവിടെ പൈപ്പ് കൊണ്ടുവച്ച് താണിട്ട് പാടാ സാധാരണ കിണറിന്ന് വെള്ളം എടുക്കലാന്ന്. ഇത് കിണറിലേക്ക് വെള്ളം ഒഴിക്കാനാ പൈപ്പ്? എടുക്ക സാധനം എടുക്ക്. സാധനം എടുത്ത്. അതെ അച്ചക്കം വരണേക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് ഉറങ്ങണം. എന്നിട്ട് എണീറ്റിട്ട് ഫിറ്റ് ഉണ്ടാവരുത്. അവൻ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ എന്നെ കൊല്ലവൻ. സോട്ടാ ഇതാ ഡോക്ടർ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫാറ്റി ലിവർ സ്റ്റേജ് 3 ഇനി കഴിച്ചാൽ അസുഖം പറയാവും. ഇന്ന് ലാസ്റ്റ് കുടി. എനിക്ക് കുടിക്കൂലെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇനി കൂട്ടുന്നത്. ഇല്ല ലാസ്റ്റ് തന്നെ ഞാൻ തൊടില്ലേ. വേണ്ട ചേട്ടാ, നമുക്കത് പറ്റില്ല. സുഹൃത്തിനെ ഇങ്ങനെ എനിക്ക് കാണും. ഒരു കൊല്ലം കൂടി കാണണം. പിന്നെ ഞാൻ ഇല്ല, ഞാൻ ഗൾഫ് പോവുമല്ലോ. നമുക്ക് കാണില്ല. മതി, വെള്ളം കുറച്ച് മതി. അല്ല വെള്ളം നന്നായി കഴിച്ചോ, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ വരും. വെള്ളം ഒഴിക്കട്ടെ? ഒഴിച്ചോ, മതി മതി, അത്ര മതി. പിന്നെ ഇതാ സുഹൃത്താ, അസുഖം സീരിയസ് ആണ്, മരിക്കുന്നാന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം. സത്യം ഉണ്ട്, ഇത് ലാസ്റ്റ്. ഇനി ഞാൻ കഴിക്കില്ല. സുഹൃത്തിന്റെ അവസാന അത്താഴം. ദൈവമേ, എന്താ ചെയ്തേട്ടാ? ഇതെന്താ കിണറ്റ് ഭാഗത്ത് മോട്ടർ വെള്ളം എടുക്കണില്ല, അത് നോക്കാൻ വേണ്ടിട്ട്. വേറെന്താ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ശരി ശരി ശരി. അതെ അയാളെങ്ങാനും മുമ്പപ്പെട്ടാണ്ടല്ല, പിന്നെ പൂവില്ലടാ. ഒരു തുള്ളി ഞാൻ കൊടുക്കൂല. കൊടുക്കല്ല, ആരും അയാളെ അറിഞ്ഞു കഴിഞ്ഞാണല്ലോ ആകാശവാണിയാ. അല്ല, അപ്പുറത്തൂടെ പോകുന്ന ഇപ്പൊ ഇത് ഇവിടെ തടസ്സമാണല്ലോ. അല്ല എന്തിനിപ്പോ വയ്യാത്തോടത്ത് ഇപ്പൊ ഇങ്ങടൊക്കെ വന്നത്? ഇതൊക്കെ ഉണ്ടല്ലോ, എന്റെ ഒരു പ്രായത്തില് ഒറ്റ ചാട്ടത്തിന് നടന്നിരുന്ന ആളാ ഞാൻ. ഇപ്പൊ വഹിക്കില്ല എന്നുള്ളത് കുഴപ്പമില്ല, ഞാൻ അപ്പുറത്ത് കൂടങ്ങൾ വരാം. അല്ല വേണമെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കണേ. ഇങ്ങോട്ട് വരുന്നത് ഇപ്പോ എന്തപ്പണ്ടായി? കെന്റിലേ മോട്ടർ എടുക്കണില്ല, അതാണേ. ശരി, ആ മോട്ടർ ഏതെങ്കിലും പൊക്കാൻ വന്ന ആളെ കൊണ്ട് എടുപ്പിച്ചാ മതിയല്ലോ. അതെ മതി. വല്ല കാറിൽ എന്തെങ്കിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലേ എന്തായാലും ചെയ്യണം. വല്ല വെള്ളമൊക്കെ ഉണ്ട്, നിറയെ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഉണ്ടല്ലോ. പിന്നെ അല്ല എന്റെ ശീതലേട്ടാ, നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനാ പുറത്തിറങ്ങി നടക്കണ? വീട്ടിലിരുന്നാ പോരെ? എന്തല്ലാണ്ട് ചെയ്യാ, വീട്ടിലിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നേരം വെക്കുമ്പോ സത്യനും ഭാര്യയും കൊടുത്ത് അങ്ങോട്ട് ജോലിക്ക് ഇറങ്ങും. ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീടിനകത്ത് ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ ഈച്ചാനാട്ടിട്ട്. ടി വി ഉണ്ടല്ലോ, ടി വി കണ്ടിരിക്കാലോ. സീരിയല് അതൊന്നും കാണാൻ പറ്റില്ല. അതിങ്ങനെ അവരുടെയും പരദൂഷണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. ഈ കുട്ടി എന്റെ അല്ലാതെ അവന്റെ ആണ്, മറ്റോളാണ് ആദ്യം പ്രേമിച്ചത്. ന്യൂസ് ഉണ്ടല്ലോ, വാർത്തയൊക്കെ കാണാലോ. വാർത്ത എന്നാ പിന്നെയും ഭേദം സീരിയലാ. എന്താ അതിന്റെ സ്ഥിതി? അതിങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് പെരുപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞ ഒരാളുടെ കാലിന്റെ മുകളിൽ ഒരു ആണി കുത്തിയാ മതി. കാലിന്റെ മുകളിൽ ആണി കുത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് പിന്നെ കീറിയിട്ട് പിന്നെ പഴുപ്പുണ്ടായോ ഉണ്ടായില്ലേ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ ചോദിക്കുക. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ചർച്ചയും. അല്ല ടി വി കാണണ്ട, കടന്നുറങ്ങിക്കൂടെ? അല്ല അതെ, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെപ്പോ ഉറങ്ങാന്ന് പറഞ്ഞല്ലോ പകല്. എന്താ സ്ഥിതി എന്നറിയോ സുഹൃത്താ നിനക്ക്? ഉറങ്ങാന്ന് പറഞ്ഞ പകലത്താ ഞാൻ കിടന്നുറങ്ങ, പിന്നെ ഒരു പോള കണ്ണടക്കില്ല രാത്രി. അപ്പൊ അതും വയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ അത് ഉറങ്ങി വെച്ച തലവേദനയും. അതെ, മറ്റുള്ളവർക്ക് ഇപ്പൊ തലവേദന. അതാണ് ഇപ്പോഴത്തെ ഓരോരോ കാലങ്ങളെ. മഴ വരുന്നുണ്ട്, നല്ല ഇടിമഴയും വരുന്നുണ്ട്. ശരി തന്നെ, എല്ലാ കാലാവസ്ഥ ഒക്കെ ഇപ്പൊ വിചാരിച്ച മാതിരിയല്ലേ? അല്ല അതല്ല, ഈ മഴ കൊള്ളണ്ട, അങ്ങോട്ട് നേരത്തെ വീട്ടിൽ പൊക്കോളൂ. ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി എന്താ പറയണെന്ന് വെച്ചാൽ
കാലാവസ്ഥാ നിരീക്ഷകര് പറയണത് 2 മാസം അപ്പുറത്തേക്കായി. ഞാറ്റുവേലൊക്കെ ഇപ്പോ 2 മാസം അപ്പുറത്തേക്കായി. അപ്പൊ എന്താ ഈ കൃഷിയുടെ സ്ഥിതി? താറുമാറായില്ലേ? പൊക്കോളൂ, ഞങ്ങള് പോവാണ് അങ്ങടെ. അന്നപ്പോ നിങ്ങള് പോവേ. ഞാനിപ്പോയി കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോയാലോന്ന് ആലോചിക്ക. അല്ലേ മഴ പെയ്യും, സീതളേട്ട അങ്ങോട്ട് പൊക്കോളൂ. ഇനി മഴയൊക്കെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വീണാ സത്യം വന്ന് ചോദിച്ചാ ഞങ്ങളെ ചീത്ത പറയാ. അതാണേ. അത് ശരിയാ. ഇപ്പൊ നിങ്ങൾ ചീത്തയാക്കണ്ട, ഞാൻ കണ്ടൂന്നൊന്നും പറയണ്ട കേട്ടോ. ഇല്ല ഇല്ല പൊക്കോളൂ. പിന്നെ വൈകുന്നേരം ചീത്തയാക്കണ്ട വരും. അതെ അതാണ്. അതാണിപ്പോ. ഇതിപ്പോ ഇവിടെ അങ്ങനെ കെട്ടിവെച്ചേക്കാണല്ലോ അല്ലേ? അതേ കളക്കാൻ പറ്റില്ല. അപ്പുറത്ത് കൂടെ അല്ല അതേനെ ചാടി കളക്കാൻ പറ്റില്ല. അതെ അതെ. ഞങ്ങളെന്താ അങ്ങനെ പോവാ വീഴണ്ടേ അങ്ങനെ. ഉണ്ണിയേ, എന്നാ ശരി, പണിയുണ്ട്, ഞാൻ വിളിക്കാട്ടോ. സത്യനോട് പറഞ്ഞിട്ടേ, സത്യനോട് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. വേറൊന്നുമില്ലല്ലോ. മഴ 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 പെയ്യും തോന്നുന്നുണ്ടല്ലേ? മഴ ആയിക്കോട്ടെ. നല്ല മഴ. എന്നാ ശരി കേട്ടോ. എന്താ ചെയ്യാ, മനുഷ്യന്മാരോരവസ്ഥകള് ഒരു ദിവസം തള്ളി നീക്കാം. പിന്നെ എന്താ വീണോ? ഇല്ല. എന്താ പറയാ? ഒന്നുമില്ല, പിന്നെ പറയാ. എന്നാ ശരി കേട്ടോ. എന്താ ചെയ്യാ, ഓരോ കാര്യങ്ങള് ദൈവം കാക്കട്ടെ. വീട്ടുകാർ വരട്ട് ചോദിച്ചോ. ശീതളേട്ടൻ ഇവിടെ എത്തിയോ? ഞാൻ അങ്ങനെ അല്ലടാ, നീ ചോറ് കൊണ്ടുപോയതല്ലേ വൈകുന്നേരം വരെ പറഞ്ഞിട്ട്? പിന്നെന്താ ഉച്ചക്ക് കെട്ടിന്റെ അടുത്ത് എന്തായിരുന്നു പരിപാടി? ഏത് കിണറ്? നമ്മളെ എന്ത് പരിപാടി? ഉണ്ണി എന്താ അവിടെ? ഉണ്ണിക്ക് എന്തായിരുന്നു അവിടെ പരിപാടി? ഉണ്ണിക്ക് മോട്ടർ നമ്മൾ എടുക്കണില്ലല്ലോ, വെള്ളം എടുക്കണില്ല. അപ്പൊ അത് നോക്കാൻ. ഉണ്ണി മോട്ടറിന്റെ പരിപാടി തുടങ്ങിയോ? അല്ല, കിണറിന്ന് മോട്ടർ എടുക്കണല്ലോ. ഉണ്ണി ഒറ്റയ്ക്ക്? ഞാനും. നിങ്ങൾക്ക് എടുക്കാനുള്ള ആവതുണ്ടോ ആ മോട്ടർ? രണ്ടാളും കൂടി. എന്ത് എത്ര അടിച്ചു നിങ്ങള്? അത് മോട്ടർ അടിക്കാൻ പറ്റിയില്ല. മോട്ടറിന്റെ കാര്യമല്ല, നിങ്ങൾ എത്ര അടിച്ചോ? ഉണ്ണി 6 അടിച്ചു. ഉണ്ണിയല്ല എന്റെ അച്ഛൻ, നിങ്ങളെ എന്റെ അച്ഛൻ. എത്ര അടിച്ചു? സ്വരൂപേ, ഞാൻ അങ്ങടെ എത്ര അടിച്ചു? ആൾക്കാർ കേൾക്കുന്നതിനൊക്കെ മാനമുണ്ട്. എത്ര അടിച്ചു? ഉണ്ണി 6. ഉണ്ണി കേൾക്കുന്നില്ല. ഉണ്ണി 6 അടിച്ചു. ഉണ്ണി 6 അടിച്ചു. നിങ്ങൾ എത്ര അടിച്ചു? 4. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് എന്താ അസുഖം? നിങ്ങൾക്ക് എന്താ അസുഖം? നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ അസുഖത്തിനെ കുറിച്ചിട്ട്? ലിവറിന്റെ. എന്ത് കുടിച്ചാ നിങ്ങൾക്ക് ലിവറിന്റെ പ്രശ്നം വന്നേ? മദ്യം. ഇന്നെന്താ കുടിച്ചേ? ലാസ്റ്റ് നിർത്തി. ഇത് എത്രാമത്തെ ലാസ്റ്റാ? ഏറ്റവും ഒടുക്കത്തെ ലാസ്റ്റോ? നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കാരണം നിങ്ങൾ ഇവിടത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കുടിച്ച് തീർത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ലിവറിന് കംപ്ലൈന്റ് ആരാ പൈസ കൊടുക്കാനുള്ള ഇവിടെ? നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛാ, ഉണ്ടാക്കി വെച്ചതെല്ലാം കൊണ്ടേ കളഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ കുടിച്ചിട്ട്. ആ ബോധം നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല, ഇനിയും വന്നിട്ടില്ലെങ്കിണ്ടല്ലോ. സത്യല്ലടാ അവിടെ? എന്താ കാര്യം? അച്ഛനെ വിളിക്കുക, അച്ഛനോട് പറയാ. അല്ല, എന്നോട് പറഞ്ഞ, ഞാൻ അച്ഛനോട് പറഞ്ഞ. എന്റെ അച്ഛൻ എന്താ ചെയ്യണ അവിടെ? അല്ല, അച്ഛൻ സൂം മീറ്റിംഗിലാ. സൂം മീറ്റിംഗാ? ഓൺലൈൻ മീറ്റിംഗ്. അതുകൊണ്ട് എന്തെങ്കിലും സിമ്പിൾ കാര്യമാണെങ്കിൽ എനിക്ക് ഡീൽ ചെയ്യാലോ. ഇതങ്ങനെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. നീ പോയി വിളിച്ചിട്ട് വേണം. ഒന്ന് വിളിക്കാം. അല്ല,
ഇത് ചെറുതും ഏറ്റവും മൂത്തും ഒക്കെ കണക്കാണല്ല. ആ എന്താ സോടാ? എന്താണ് അച്ഛനെവിടെ? അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഉറങ്ങില്ലേ? ഉറങ്ങല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ അച്ഛന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണട്ടോ നിങ്ങൾക്ക്. എന്തൊറ്റി? അച്ഛൻ നാട് മുഴുവൻ നടന്നിട്ട് എല്ലാവരും വെറുപ്പിച്ചിട്ട് ഒരു സമാധാനം ഇല്ലാന്ന്. അതിപ്പോ ഒന്ന് സഹിക്കല്ല, വേറെ മാർഗമൊന്നുമില്ല, വയസ്സായ ആൾക്കാരല്ലേ. എന്ത് സഹിക്കണെന്ന്? രാവിലെ നേരം വിളിച്ചാൽ എന്റെ വീട്ടിൽ വരും, ഒരു 5-6 പ്രാവശ്യം വരും. എന്തേലും ഒരു കാര്യത്തിന് ഇന്ന് അപ്പൊ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് ദേഷ്യപ്പെടും. എന്റെ പൊന്നു സോദേട്ടാ, അങ്ങനെ പിടിച്ച് നീ കെട്ടിടാൻ പറ്റും ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ട് പങ്ങളെ, ഞാനിപ്പോ എന്റെ അവസ്ഥ അറിയാലോ, ഞാനും ആരും അറിയാണ്ട് രഹസ്യമായിട്ട് ഒരു 1-2 അടിക്കും. ഇത് മൂപ്പര് മറിഞ്ഞ് ഇന്ന് കണ്ട്, ഞാൻ കണ്ടുക്ക് ശരിയാ, കുട്ടികൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോയാൽ പോരെ. നേരെ ചെന്നിട്ട് എന്റെ മകൻ സ്വരൂപിനോട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് കേൾക്കാത്തൊന്നുമില്ലേ. അല്ല, എന്തിനിപ്പോ അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം? അവനവന്റെ കാര്യം നോക്കി വീട്ടിലിരുന്നാ പോരെ. അല്ല, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണങ്ങള്. അതിപ്പോ എന്താ ചെയ്യാ, ഞങ്ങൾ പറയണുണ്ട്. ഒന്നാമത് ഞങ്ങൾക്ക് 2 പേർക്ക് രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം ആവും ഞങ്ങൾ എത്താൻ. അല്ല, അതെന്താ അറിയോ, മുണ്ടി പറയാൻ ആരും ഇല്ലാഞ്ഞിട്ടാണേ. നിങ്ങൾ ഒരാള് ജോലി രാജിവെക്ക്. എന്തീ പറയണേ? അതൊക്കെ എങ്ങനെ നടക്കണം സോദേട്ടാ? അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പുറത്തു പോകാണ്ടിരിക്കാൻ ഒരു വഴിയുള്ളൂ. അല്ല, എനിക്ക് തോന്നിയൊരു വഴിയാണ്, ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്തോക്ക്, ചിലപ്പോൾ രക്ഷപ്പെടും. എന്ത് വഴി? അച്ഛനൊരു ഫോൺ മേടിച്ചു കൊടുക്ക്. ഫോണോ? ഫോൺ അച്ഛനുണ്ട്. അതിങ്ങനെ കുത്തിയിട്ട് വെറുതെ വിളിക്കണ ഫോണല്ലേ, അതല്ല, ഇപ്പോഴത്തെ ഫോൺ ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ, അതൊരെണ്ണം മേടിച്ചു കൊടുക്കും. സ്മാർട്ട് ഫോൺ? അതൊന്നും അച്ഛന് ശരിയാവില്ല. ഞാൻ ആലോചിച്ചു, സത്യം അതെന്തറിയോ, ഇപ്പോഴത്തെ കാലല്ലേ, അതിൽ ഫേസ്ബുക്കും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് ചാറ്റ് ചെയ്തിട്ടും സംസാരിച്ചിട്ടൊക്കെ സമയം പോവും. പിന്നെ എന്തൊക്കെ കാണാണ്ട്, പിന്നെ അച്ഛൻ പുറത്തിറങ്ങില്ല, ആ ഫോണിന്റെ അടുത്ത് തന്നെ ആവും. ആരുമില്ല, സമാധാനത്തെ കുറിച്ചിട്ട് പോവാം. സീതളേട്ടന് സത്യം ഫോൺ മേടിച്ചു കൊടുത്തു കേട്ടോ. കൊടുത്താ? പിന്നെ നന്നായി. അടാ, അതിന്റെ ഗുണം ഒന്ന് കാണും ചെയ്തേ. ഇല്ലെങ്കിൽ നേരെ വിളിച്ച ഈ നേരത്തിനുള്ളിൽ ആ മതിലിന്റെ മുകളിൽ നിങ്ങൾ എത്തി നോക്കിയിട്ട് ഒരു 3-4 പ്രാവശ്യങ്ങളിൽ പറ പറഞ്ഞോണ്ടിരിക്കും. ഇന്ന് കണ്ടിട്ടില്ല. നന്നായി. ഇതിനൊക്കെ വൈകി വന്ന വസന്തം എന്നെല്ലാം പറയില്ലേ, അന്നേ മേടിച്ചു കൊടുക്കണ്ടേ, നമുക്ക് ചൊറയുണ്ട. ഈ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവേ, പിന്നെ ഭൂമി കുലുങ്ങിയാലും അറിയില്ല. അതെ, അല്ല ഒരു കണക്ക് നന്നായത് അത് കാണാത്ത. അല്ലെങ്കിൽ ഉത്തരം പറയാൻ വേണ്ടി ഞാനൊക്കെ പറ്റുമോ? എന്തെല്ലാം ചോദിക്കുന്നു. പ്രായമുള്ള ആളല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റില്ല. മാത്രം ഇങ്ങോട്ട് വരുന്നത് എന്താ കുളിക്കിറങ്ങ? കുളത്തില് പിന്നെ കുളിക്കാനല്ലാണ്ട് എന്തിനാ വരിക? അല്ല, ഇറങ്ങാൻ പറ്റേ, കുളിക്കിറങ്ങാച്ച ഇറങ്ങാൻ പറ്റേ. എന്തേ? അല്ല, ഒരു കാര്യം ചോദിക്കാനേ. ഇത് എന്തിനിപ്പോ ഇങ്ങോട്ട് വരുന്നേ? അല്ല, ഒരു കാര്യണ്ടേ, ഒരു കാര്യണ്ട്. അറിഞ്ഞു. അല്ല, പിന്നെ ഈ ഫോണ് കിട്ടിയ സ്ഥിതിക്ക് അത് വീട്ടിലിരുന്നിട്ട് നോക്കിയപ്പോ എന്തിനു വയ്യാത്തോടത്തും കിടക്കണേ? നീയേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് വാ. അല്ല, എനിക്ക് കുളിച്ചിട്ട് പോണേ മോന്റെ അതെ, എനിക്ക് കുളിച്ചിട്ട് 10 മണിയാകുമ്പോഴേക്കായിട്ട് പോണം. മോൻ അവിടെ കാത്തിട്ട് ടൗണില്. എന്താ കാര്യം എന്നറിയോ? ഇപ്പോ സത്യനോടൊരു കാര്യം ചോദിച്ചാലും മണ്ടുവിനോട് ചോദിച്ചാലും അവർക്ക് ഇതൊന്നും പറഞ്ഞുതരാൻ നേരമില്ല. അല്ല, എനിക്ക് നേരില്ല. അല്ല, നീ ഇതൊന്നും നോക്കിയ നിനക്ക് പെട്ടെന്ന് പറഞ്ഞുതരാൻ കിട്ടും. ഇവിടെ ഇത് ചോദിക്കട്ടെ, അവ എന്താ വേറെ എന്തൊക്കെയാ പറഞ്ഞത്? വാട്സപ്പില്ലേ, വാട്സപ്പ്. ഈ വാട്സപ്പില് ഈ നമ്മള് ഈ വർത്താനം ഫോൺ ചെയ്യണ പോലെ വർത്താനം പറയില്ലേ, എന്നിട്ട് അത് അയക്കൂലോ. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യാ? വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് ആർക്ക് പഠിച്ചാൽ അതിലാണ്ട് കുത്തുക. അപ്പൊ അടിയിൽ ഇതാ ഒരു മൈക്കിന്റെ പോലെ കണ്ട, അതിൽ കുത്തിയിട്ട് സംസാരിച്ചാണ്ട് വിട്ടാ. ഞാനേ ഇത് ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നതാ. ശരി. അപ്പൊ ഇതാണ് അല്ലേ? ആയിക്കോട്ടെ. ഇതിലേ അതെ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ, അതാണ്. അല്ല, ഇതും കൂടി മതി. ഈ വാട്സപ്പില് നമ്മള് ഇത് എഴുതില്ലേ, നമ്മള് എഴുതി വിടുമല്ലോ, അതിലടിക്കുക. അപ്പൊ അതങ്ങനെ ലെറ്റർ വരും, അതിലടിച്ച് മതി. അതുകൊണ്ട് അങ്ങനെ, അതല്ലാതെ മലയാളത്തിൽ വേണം. മലയാളത്തിൽ ഇത് അവിടെ ആന്ന് കണ്ട, അതിലടിച്ചാൽ പിന്നെ അടിക്കണമൊക്കെ മലയാള അക്ഷരമായിട്ട് വരും. അടിച്ചു കൊടുത്താൽ പഠിക്കാൻ മതി. എല്ലാം ഒറ്റ അടിക്കൊന്നും പറ്റില്ലേ. പിന്നെ
അതുപോലെ വേറൊരു കാര്യം, എന്ത്? ഈ നമ്മള് വാട്സപ്പില് ഫോട്ടോ എടുക്കുമല്ലോ, അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വേറെ ആൾക്ക് അയക്കണം. അതിപ്പോ എങ്ങനെയപ്പ അതൊന്ന് കാണിച്ചാൽ ഈ എഴുതിയതല്ലാണ്ടേ ഇതൊന്ന് നോക്ക്. എന്റെ ശീതളേട്ട ആ ഫോട്ടോ എടുത്തില്ലേ, അത് ഗാലറിയിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിടുക. അവിടെ ഒക്കെ പോയിണ്ടാവും. ഇനി ഇതൊക്കെ പഠിക്ക്, പണിയുണ്ട് എനിക്ക് പോണ. അതാണ് വിളിച്ചോ. ആയിക്കോട്ടെ. അപ്പൊ എന്നാ ഞാൻ അങ്ങനെ ഞാൻ നീങ്ങട്ടെന്നാ. ശരി. പിന്നെ ഇതിലെ ഫേസ്ബുക്കിൽ ഫോട്ടോ മാറ്റണമെന്ന് പിന്നെ കാണിച്ചു തരണം കേട്ടോ. പിന്നെ കാണിച്ചു തന്നാൽ മതി. അല്ല ഇപ്പൊ എന്താ ചെയ്യാ, ഇപ്പൊ നേരല്ലല്ലോ, ആർക്കും നേരല്ല. അതപ്പ ഉണ്ടായത്. ഒരു ഫോട്ടോ എടുക്കല് ഇപ്പൊ എങ്ങനെയാപ്പത്? എന്റെ ഒരു ഫോട്ടോ അങ്ങനെ എടുത്താലേ ഫോട്ടോ വരുന്നത് ഇതിനിപ്പോ അയക്കണത് എങ്ങനെയാന്ന് നോക്കട്ടെ. കുളങ്ങര കുടുംബത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കുളങ്ങര കുടുംബത്തിലെ പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എന്താ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വെറുതെ വേണ്ടാത്ത പണികൾ ചെയ്തിട്ട്. പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാർന്നവര് എന്നുള്ള നിലയ്ക്ക് ആദ്യം എന്നെ അറിയിക്കാൻ നോക്കണം. അസലായി. അച്ഛന്റെ ശല്യം കാരണം എല്ലാവരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോവാ. പിന്നല്ലാതെ ഫോണ് ഫുള്ളാവില്ലേ ഈ ഓഡിയോയും ഗുഡ് മോർണിംഗും. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ കുടുംബത്തിലെല്ലാവരും മധുരക്കിഴങ്ങ് കിട്ടിയാ മേടിച്ച് കഴിച്ചോ. അത് കൊളസ്ട്രോളിന് എല്ലാത്തിനും നല്ലതാന്ന് പറയണു. വൈറ്റമിൻ എ അത് അതില് ധാരാളം ഉണ്ട് അത്രേ കേട്ടോ. അപ്പൊ അത് നല്ലതാണ്. അതെ അതെ, അതുകൂടെ വന്നപ്പോ പൂർത്തിയായി. കേട്ടോ ഇതെന്താ അച്ഛനിതൊക്കെ എവിടുന്ന് കിട്ടണേ? അച്ഛാ, ഇതെന്താ ഫോണിൽ കാണിച്ചോണ്ടിരിക്കണേ? എന്തേ എന്താ ഫോണിൽ ചെയ്തോണ്ടിരിക്കണത്? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കേ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് നല്ല ഉപദേശങ്ങൾ ഓരോന്ന് അയക്കുക. നല്ല ഉപദേശം. അതെ, ആ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ആ ഫോട്ടോ ഒക്കെ വന്നത്? പെണ്ണുങ്ങളുടെ ഒക്കെ ഏത് പെണ്ണുങ്ങളുടെ എനിക്കറിയില്ല. അതെ, എന്താ സംഗതി? ഇതെങ്ങനെ ഈ ഫേസ്ബുക്കിൽ എങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ വരണത്? ഏത് പെണ്ണുങ്ങളുടെ ഏത് പെണ്ണുങ്ങളുടെ എനിക്കറിയോ. എന്റെ അച്ഛൻ അങ്ങോട്ട് നോക്കിയേ. എന്താ സംഭവം? ഇത് കണ്ട, ഇത് അച്ഛന്റെ ഫേസ്ബുക്ക് അല്ലേ? അല്ലേ? എന്താ എന്റെ ഫോണിലതാരട്ടെ ഒരു അച്ഛന് കാണിച്ചു കൊടുക്കണോ ഫോട്ടോ? ഇതിപ്പോ അച്ഛ, ഇത് നാട്ടിലുള്ള എല്ലാ ആളുകളും കണ്ടു, ലോകത്തുള്ളൊരു മൊത്തം കണ്ടിട്ടുണ്ടാവും.
അപ്പൊ എന്തിനതൊക്കെ ആവശ്യമില്ലാത്ത ഷെയർ ചെയ്യണത്? എനിക്ക്